84 സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ വാക്കുണ്ട്: യഹോവയായ ദൈവം കൃപയും മഹത്വവും നൽകുന്നു എന്ന്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് നോഹ എന്ന ഒരു മനുഷ്യനെ കാണുന്നു. പാപം നിറഞ്ഞ ലോകത്തിൽ പാപിയായി ജീവിക്കാതെ നീതിമാനായി ജീവിച്ചതുകൊണ്ട് ദൈവം അവനെ കണ്ടു, ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കും. പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു, പാപത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് നീ പെട്ടകം പണിയുകയും ലോകത്തോട് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയാനും പറഞ്ഞു. നോഹ പെട്ടകം പണിതു, ന്യായവിധിയെക്കുറിച്ച് ലോകത്തോട് പ്രസംഗിച്ചു. പ്രസംഗം ആരും കേട്ടില്ല, ആരും അംഗീകരിച്ചുമില്ല. പക്ഷേ നോഹയ്ക്ക് ലഭിച്ച കൃപ ലോകത്തിനു പ്രയോജനപ്പെട്ടില്ല. പക്ഷേ നോഹയ്ക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ മക്കൾക്കും പ്രയോജനപ്പെട്ടു. എന്നാൽ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് കന്യക മറിയമിൻ്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുക, ആമേ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചു. മറിയയ്ക്ക് എന്തോ ലഭിച്ചു? കൃപ ലഭിച്ചു. എന്തിനാണെന്നറിയാമോ? ലോകം ന്യായവിധിയിലകപ്പെടുന്നു. ആ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ, പാപത്തിലേക്ക് പോകുന്ന ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ഈ ഭൂമി ജനിക്കണം. അതുകൊണ്ട് മറിയ ആ ദൂതിന് മുൻപാകെ സമർപ്പിക്കപ്പെട്ടു, ആ കൃപയുടെ മുൻപാകെ സമർപ്പിക്കപ്പെട്ടു. മറിയയിൽ ലഭിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപ ലോകത്തിൻ്റെ രക്ഷയ്ക്കും ലോകത്തിൻ്റെ അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. മറിയയിൽ വെളിപ്പെട്ട ദൈവകൃപയാണ് ലോകം കണ്ട ഗുരുക്കന്മാരിൽ ഏറ്റവും വലിയവനായ ഗുരുവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയപ്പെടുന്നത്. ഒരുവനിൽ ലഭിച്ച കൃപ, നോഹയ്ക്ക് ലഭിച്ച കൃപ അവൻ്റെ കുടുംബത്തിന് മാത്രം പ്രയോജനപ്പെട്ടപ്പോൾ മറിയമ്മന് ലഭിച്ച കൃപ ലോകത്തിൻ്റെ രക്ഷയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞാനും ഈ ദൈവത്തിൻ്റെ വചനം മടികൂടാതെ സന്തോഷത്തോടെ പ്രസംഗിക്കാൻ കാരണം. മറിയയ്ക്ക് ലഭിച്ച കൃപ എനിക്കും പ്രയോജനപ്പെട്ടു. നമ്മളിലെ കൃപ നമുക്ക് മാത്രമല്ല, ലോകത്തിന് പ്രയോജനപ്പെടട്ടെ. ഇനി ലോകത്തിന് പ്രയോജനപ്പെട്ടില്ലെങ്കിലും കുറഞ്ഞത് നമുക്കെങ്കിലും അത് പ്രയോജനപ്പെടണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.